റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒരു മണ്ഡലത്തിൽ 4.5 കോടി രൂപ ഉപയോഗിച്ചു. ആ 4.5 കോടിയും തട്ടിപ്പ് നടത്തിയെന്നാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായ PC ജോർജ് പറഞ്ഞത്. പിന്നീട് വാർത്ത പുറത്തു വന്നു, വലിയ വിവാദമായി. അത് തെരഞ്ഞെടുപ്പ് ചെലവിനെ 10 മടങ്ങാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയായതോടുകൂടി സംഭവത്തിൽ അബദ്ധം മനസ്സിലാക്കി PC ജോർജ് മലക്കം പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പൂഞ്ഞാറിൽ എത്ര രൂപ ചെലവഴിച്ചു എന്ന് പറയാനാവില്ല എന്ന് തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിൽ ആരോപണ വിധേയനായ BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി സജി കുര്യക്കാട്ട് പറഞ്ഞു. ഈ സജി കുര്യക്കാട്ടിനെതിരെ ആയിരുന്നു ഇന്നലെ PC ജോർജിന്റെ ആരോപണം. ബൂത്തിൽ 31,000 കൊടുക്കണമെന്ന തീരുമാനം ഉണ്ടായിരുന്നില്ല. PC ജോർജ് എന്തുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതെന്ന് മനസ്സിലാകുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണക്ക് കൃത്യമായി ബോധിപ്പിച്ചതാണെന്നും സജി പറഞ്ഞു. സംശയങ്ങളെല്ലാം അന്നേ തീർത്തു കൊടുത്തിരുന്നുവെന്നും മധ്യമേഖലാ ജനറൽ സെക്രട്ടറി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒന്ന് കേൾക്കാം. ഇലക്ഷന്റെ പൈസ ചെലവാക്കിയതിന്റെ ഓരോ 100 രൂപയുടെ പോലും കണക്ക് കൃത്യമായി നമ്മൾ കൊടുത്തതാണ്. അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന്. ഏത് സഭയിലാണെന്ന് അറിയത്തില്ല. ഞാനുള്ള സഭയിലല്ലായിരുന്നു അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചില്ല. ഞാനത് ക്ലാരിഫിക്കേഷൻ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് കൃത്യതയോടുകൂടി അദ്ദേഹത്തിന് കണക്കുകൾ ബോധിപ്പിച്ചതാണ്. 30,000 38,000 ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സാർ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് അറിയിച്ചുകൂടാ. അങ്ങനെ ഉള്ള ഒരു വിശദീകരണം നമുക്ക് പാർട്ടി തലത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ബോധിപ്പിക്കാനും പറ്റില്ല. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായല്ലോ. പൂഞ്ഞാറിൽ മത്സരിക്കുന്ന സമയത്ത് PC ജോർജിന് വേണ്ടിയിട്ട് ഒരു മണ്ഡലത്തിൽ 4.5 കോടി രൂപ അത് സജി കുര്യാക്കോട്ടിനാണ് കൊടുത്തതെന്നും സജി കുര്യാക്കോട്ട് ആ പണം ചെലവഴിച്ചതായി തനിക്കറിയില്ലെന്നും ആ പണം ഉപയോഗിച്ച് നേതാക്കന്മാരെ കാറൊക്കെ വാങ്ങിച്ച് നേതാക്കന്മാരെ മുട്ടടിച്ചു എന്നുള്ളതാണ് PC ജോർജ് പറഞ്ഞത്. ഫണ്ട് തട്ടിപ്പായിരുന്നു വിഷയം. അത് പൂഞ്ഞാറിൽ 4.5 കോടി എന്ന് പറഞ്ഞതാണ് നമ്മൾ വലിയ ബ്രേക്കിംഗ് വാർത്തയായി പ്രേക്ഷകർക്ക് നൽകിയത്. കാരണം 40 ലക്ഷം മാത്രമേ ഒരു മണ്ഡലത്തിൽ ഒരു MLA സ്ഥാനാർത്ഥിക്ക് ഉപയോഗിക്കാൻ കഴിയൂ എന്നിരിക്കെ 4.5 കോടി ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് സ്ഥാനാർത്ഥി തന്നെ സമ്മതിക്കുകയാണ്. വലിയ വാർത്തയല്ലേ? അപ്പോൾ റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അപ്പോൾ നമ്മുടെ സജി കുര്യാക്കോട്ട് പറയുന്നത് ഈ 4.5 കോടി എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളതൊന്നും തനിക്കറിയില്ല എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. എന്ത് പറഞ്ഞാലും അത് വിവാദമാവും. ഈ സജി കുര്യാക്കോട്ടിനെതിരെയാണ് PC ജോർജ് ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചതും. ഈ പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോയി ഈ സംഘം എന്നാണ് PC ജോർജ് പറഞ്ഞത്. പക്ഷേ സജി പറയുന്നത് എന്താണ്? പൈസ എല്ലാം ചെലവഴിച്ചു, അന്നേ കണക്കെല്ലാം ബോധിപ്പിച്ചതാണ് എന്നാണ്. പക്ഷേ PC ജോർജിന് ആ യോഗം വരെയും കണക്കൊന്നും ബോധ്യപ്പെട്ടിരുന്നില്ല. നമ്മുടെ വാർത്ത വന്നപ്പോൾ PC ജോർജിന് എല്ലാം മനസ്സിലായി എന്നാണ് PC ജോർജ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നോ? ഉറപ്പായി അരുൺ, PC ജോർജ് ഇന്നലെ പറഞ്ഞത് ഒരു രക്ഷാപ്രവർത്തനമാണ്. നമ്മൾ സജി കുര്യക്കാട്ടുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ മുഴുവൻ കണക്കും PC ജോർജിനും ഒപ്പം പാർട്ടിയിലെ മറ്റു മേൽഘടകങ്ങൾക്കും സമർപ്പിച്ചതാണ്. ചില സംശയങ്ങൾ PC ജോർജ് ഉന്നയിച്ചപ്പോൾ ആ സംശയവും എന്താണ് PC ജോർജ് ഉന്നയിച്ച സംശയം അതിന് കൃത്യമായ ഉത്തരം നൽകിയതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് PC ജോർജ് ജൂലൈ 18 എരുമേലിയിലെ കൊരട്ടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ തനിക്കെതിരെ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല. ആ സഭയിൽ, അതായത് ആ നേതൃയോഗത്തിൽ, ആ ക്യാമ്പിൽ താനില്ലായിരുന്നു. PC ജോർജ് തന്നെ-കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് മറ്റാരും പറഞ്ഞിട്ടുമില്ല. PC ജോർജിനെ അതിനു മുമ്പും ശേഷവും പലതവണ കണ്ടു. ഇങ്ങനെ ഒരു പ്രശ്നം തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് PC പറഞ്ഞിട്ടുമില്ല എന്നതാണ് സജി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾ പൂഞ്ഞാർ മണ്ഡലത്തിൽ ചെലവഴിച്ചത് എന്ന ചോദ്യത്തിന് അത് പുറത്തു പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം BJPയുടെ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി മാത്രമല്ല, പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ BJPയുടെ ചുമതലക്കാരനായിരുന്നു. ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഏത് തരത്തിൽ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്ന ആൾ കൂടിയായിരുന്നു. അതിന്റെ അവസാന കണക്കുണ്ടാക്കേണ്ട ആളാണ് അദ്ദേഹം. അതുകൊണ്ട് കണക്കൊക്കെ ബോധിപ്പിക്കേണ്ട ആളുകളെ ബോധിപ്പിച്ചിട്ടുണ്ട്, പുറത്തേക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. 31,000 രൂപ ഒരു ബൂത്തിൽ കൊടുക്കണമെന്ന തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. അങ്ങനെയും PC ജോർജ് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്നാണ് സജി കുര്യക്കോട്ട് നമ്മളോട് പറഞ്ഞത്. ചുരുക്കത്തിൽ റഹീസ് റഷീദ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ കേരളത്തിൽ മൊത്തം ഈ പൂഞ്ഞാറിൽ തന്നെ 4.5 കോടിയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ളതെന്ന് കരുതിയ മണ്ഡലങ്ങളിലൊക്കെ ഈ 4-5 കോടി രൂപയൊക്കെ ഇറക്കിയിട്ടുണ്ടാവും അല്ലേ? പണത്തിന്റെ അയ്യല് കളിയാണ് നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഉറപ്പായി അരുൺകുമാർ, പൂഞ്ഞാറ് പോലെ BJP പുറത്ത് വിജയിക്കുമെന്ന് പറഞ്ഞാലും വിജയിക്കില്ല എന്ന് അവർക്കറിയാവുന്ന ഒരു മണ്ഡലത്തിൽ 4.5 കോടിയൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് വിജയം പ്രതീക്ഷ കണ്ട മണ്ഡലങ്ങളിലൊക്കെ എത്ര കോടി ഇറക്കിയിട്ടുണ്ട് എന്നത് നമുക്ക് ഊഹിക്കാം. പിന്നെ PC ജോർജുമായി ബന്ധപ്പെട്ട ആളുകളോട് ആ കാറ് നീയൊക്കെ BJPയുടെ
പൈസ എടുത്തുണ്ടാക്കിയ കാർ ഇടിച്ചു തകരുമെന്ന് പ്രാകുന്ന PC ജോർജിനോട് ആരൊക്കെയാണ് കാർ മേടിച്ചതെന്ന് നമ്മൾ PC-യുടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു. അതിലവർ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന മിക്ക ആളുകളും ഇന്നോവ ഹൈക്രോസ് വാങ്ങി എന്ന കാര്യം നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ അത് ഈ PC പറയുന്ന പണത്തിൽ നിന്ന് എടുത്തതാണോ എന്നൊന്നും നമുക്കറിയാൻ മേലാത്തതുകൊണ്ട് ആളുകളുടെ പേര് പറയുന്നില്ല. പക്ഷെ PC-ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ പറഞ്ഞ പേരുകൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവരൊക്കെ ഹൈക്രോസ് കാറ് 2-3 പേർ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ചുരുക്കത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ, ഇതാണ് അവിടെ നടന്നത്. PC പറഞ്ഞത് വളരെ പരമാർത്ഥമായ കാര്യം, പച്ച പരമാർത്ഥമാണ് PC ജോർജ് പറഞ്ഞത്. സംഭവം എന്തൊക്കെയാണെങ്കിലും PC ജോർജ് ഇടയ്ക്ക് ഈ ചെറിയ വർഗീയ സ്വഭാവമുള്ള സ്റ്റേറ്റ്മെന്റുകൾ അടുത്ത കാലത്ത് പറയുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ PC ജോർജ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു നേതാവാണ്. PC ജോർജ് പച്ച പരമാർത്ഥമാണ് അവിടെ യോഗത്തിൽ പറഞ്ഞത്. ഒടുവിൽ സഹികെട്ടാണ് PC ജോർജ് പറഞ്ഞത്, നീയൊക്കെ ഉണ്ടല്ലോ ഈ പൈസയും കൊണ്ട് പോയിട്ട് വാങ്ങിച്ചിരിക്കുന്ന കാറുണ്ടല്ലോ എവിടെയെങ്കിലും പൊട്ടാനാണെങ്കിൽ ഇടിച്ച് തകരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോയി. കാരണം എന്താ, ആ അവസ്ഥയാണ്. 2-3 നേതാക്കന്മാരൊക്കെ ഇന്നോവ ക്രിസ്റ്റയിലേക്കൊക്കെ മാറി, ഹൈക്രോസിലേക്കൊക്കെ മാറി എന്നുള്ളതാണ്. 35 ലക്ഷം രൂപ കൊടുത്ത് ഇന്നോവയുടെ പുതിയ കാറുകളൊക്കെ വാങ്ങി വയ്ക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജയിക്കാത്ത പല സ്ഥാനാർത്ഥികളും ഇന്നോവ ഹൈക്രോസിലേക്ക് മാറിയത് എന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ കുട്ടൻസ് പിടി കിട്ടിയത്. ജയിക്കാത്ത സ്ഥാനാർത്ഥികൾ, ജയിക്കുന്നവർ പിന്നെ MLA ഫണ്ടിൽ നിന്നോ അവർക്ക് നിയമസഭയിൽ നിന്ന് കിട്ടുന്ന ലോൺ എടുത്ത് ഇന്നോവ ഹൈക്രോസ് വാങ്ങുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നോവ പോലെയുള്ള വലിയ വണ്ടികൾ വാങ്ങുന്നു എന്ന് പറയാം. തോറ്റ സ്ഥാനാർത്ഥികൾ ഇതെങ്ങനെ വാങ്ങും എന്നുള്ളതായിരുന്നു സംശയം. ആ സംശയമാണ് റഹീസ് റഷീദും PC ജോർജ് പൂഞ്ഞാറിൽ തീർത്തു തന്നത്. ഇതാണ് സംഭവം. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരു കാലഘട്ടത്തിലേക്ക് കഴിയാനുള്ളതായി എന്ന മട്ടിലാണ് ചില നേതാക്കന്മാരുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു പ്രത്യേക പാർട്ടിയിൽ ചില സ്ഥാനാർത്ഥികളുടെ സാമ്പത്തിക സ്രോതസ് തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് സഞ്ചരിച്ച വാഹനവും തെരഞ്ഞെടുപ്പിന് ശേഷം സഞ്ചരിക്കുന്ന വാഹനവും താരതമ്യം ചെയ്താൽ മതി, കൃത്യമായി മനസ്സിലാവും. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു നിർത്തുന്ന 4 MP-മാരാണ്. ഒന്ന് മണി പവർ, മിനിസ്ട്രി പവർ, മീഡിയ പവർ ആൻഡ് മസിൽ പവർ. ഇത് ഏറ്റവും ശക്തമായി കാണുന്ന പാർട്ടിയിൽ തന്നെയാണ് ഈ വിരോധാഭാസം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നോവ ക്രിസ്റ്റയിലൊക്കെ പോകുന്നു. PC ജോർജ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ചങ്ങാതിക്ക് ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവുമല്ലോ, എവിടെയെങ്കിലും പോയി ഇടിക്കാൻ സാധ്യതയുണ്ടോ, ഇടിച്ചാലത് വാർത്തയുമാവും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കാത്തിരിക്കാം, വണ്ടിയൊന്നും ഇടിക്കാതിരിക്കട്ടെ.